തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പിക്ക് കേവല ഭൂരിപക്ഷമില്ല. പക്ഷേ 2 സ്വതന്ത്ര കൗൺസിലർമാരുണ്ട്. അവരുടെ പിന്തുണ തേടിയെടുക്കാൻ ബി.ജെ.പി കഴിയുമോ? അല്ല, അടുത്ത 6 മാസത്തേക്ക് ഭരിക്കുന്നതിന് ഇപ്പോൾ പുതിയ മേയർ തെരഞ്ഞെടുപ്പിൽ പുതിയ മേയറെ നമ്മൾ 26-ാം തീയതി തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് തിരഞ്ഞെടുക്കുന്ന മേയർക്ക് അടുത്ത 6 മാസം ഭരിക്കാം. 6 മാസം കഴിഞ്ഞിട്ടേ ഒരു പ്രതിസന്ധി ഉണ്ടാവുള്ളൂ. കാര്യം ഇനിയിപ്പോൾ ഒരാളെ നമ്മൾ വിഴിഞ്ഞത്തെ പ്രതിനിധി ഇപ്പോൾ CPM-ൻ്റെയോ കോൺഗ്രസിൻ്റെയോ വന്നു കഴിഞ്ഞാൽ പോലും ഒരു അവിശ്വാസ പ്രമേയത്തിലൂടെ കൊണ്ടുവന്ന് വോട്ടിനിടാൻ 6 മാസത്തെ സമയം വേണം. അപ്പോൾ എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ BJP-യിൽ തിരഞ്ഞെടുക്കുന്ന മേയറായിരിക്കും തിരുവനന്തപുരത്തിൻ്റെ മേയർ. പിന്നെ അതുകൊണ്ട് ഈ മറ്റ് 2 സ്വതന്ത്രന്മാരുടെ റോൾ എന്തായിരിക്കും എന്നുള്ളത് ചിലപ്പോൾ അവർക്ക് ഒരു മേയർ സ്ഥാനം, രണ്ടാമത്തെ പകുതിയിലൊരു മേയർ സ്ഥാനമോ അല്ലെങ്കിൽ അവസാനത്തെ 1 വർഷം മേയർ സ്ഥാനമോ ഒക്കെ കൊടുത്തിട്ട് കൂടെ നിർത്താൻ എല്ലാ പാർട്ടികളും ശ്രമിക്കാറുണ്ട്. ഓപ്പറേഷൻ താമര എന്ന് പല പ്രാവശ്യം കർണാടകത്തിൽ വിരിഞ്ഞിട്ടുള്ളതുപോലെ ചിലപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു ഓപ്പറേഷൻ താമര ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ല, അങ്ങനെ ഓപ്പറേഷൻ താമര നടത്തിയാലും ഈ മേയറെ പ്രഖ്യാപിക്കും മുമ്പ് നീക്കങ്ങൾ നടത്തിയിരിക്കുന്ന CPM ആണ്. CPM-ൻ്റെ ആ സർക്കാർ 200 കോടി രൂപ കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് അടയ്ക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ആര് ഭരിക്കാൻ വന്നാലും അവരെ പിടിച്ചു കെട്ടുക, ആ പണിയാണ് ഇപ്പോൾ CPM തുടങ്ങിയിരിക്കുന്നത്. അല്ല, ഈ പിണറായി വിജയൻ സഖാവിൻ്റെ പേര് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ദിലീപിൻ്റെ പ്രശസ്തമായ ഒരു കഥാപാത്രമാണ് മീശ മാധവൻ. അപ്പം മീശ മാധവൻ ഏതെങ്കിലും ഒന്ന് നോക്കി മീശ മുറുക്കി കഴിഞ്ഞാൽ അത് അടിച്ചുകൊണ്ട് പോകും. അത് സ്വർണ്ണമായാലും പൈസ ആയാലും പ്ലോട്ടുകളായാലും എല്ലാം പിണറായി നോക്കി ഒന്ന് കണ്ണിറുക്കി കഴിഞ്ഞാൽ, അദ്ദേഹം മീശയില്ലല്ലോ, മീശയ്ക്ക് പകരം അദ്ദേഹം നോക്കി ഒന്ന് കണ്ണിറുക്കി കഴിഞ്ഞാൽ അത് രാത്രിക്ക് രാത്രി അടിച്ചുകൊണ്ട് പോകും. അത് എങ്ങനെ അത് അടിച്ചു മാറ്റണമെന്നുള്ള രീതിയിൽ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ഒരു 10-12ഓളം ഉപദേശകരെ അദ്ദേഹം പ്രത്യേകമായിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ 10 വർഷമായിട്ട് ശമ്പളം കൊടുത്ത് ചെല്ലും ചിലവും കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 200 കോടി ഈ ഒരു തെരഞ്ഞെടുപ്പിനിടയ്ക്ക് ആര്യ രാജേന്ദ്രൻ ഒഴിഞ്ഞ സ്ഥിതിക്ക് ഇതിനിടയ്ക്ക് പുതിയ ഒരു സമിതി വരുന്നത് വരെ 200 കോടി രൂപ കൊണ്ടുപോകാനാണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ കേരളം ഇതുവരെ ഓപ്പോസിഷനിലുണ്ടായിരുന്നത് പിന്നെ UDF ആണെങ്കിലും ഇനി കേന്ദ്രത്തിൻ്റെ ഫണ്ട് വരണമല്ലോ. ആ 200 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഫണ്ടിൽ നിന്ന് വകമാറ്റാൻ ഇവിടെയുള്ള BJP-യുടെ ചേട്ടന്മാർക്കറിയാം. അതുകൊണ്ട് പിന്നെ പിണറായിയുടെ കാര്യം പറഞ്ഞില്ല, അമ്മാതിരി കളിയൊന്നും ഇങ്ങോട്ട് വേണ്ട. അത് അവർക്ക് നല്ലവണ്ണം, രാജേഷിന് നല്ലവണ്ണം അറിയാം ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്ന്. ശ്രീലേഖ IPS-ന് അറിയാം. എല്ലാം നല്ല 4-5 ടേം ഈ നമ്മുടെ കോർപ്പറേഷനിൽ ഇരുന്ന ആൾക്കാർ തന്നെയാണ് ഇരിക്കുന്നത്. അവർക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അവർ പുതുമുഖങ്ങളൊന്നും അല്ലല്ലോ. പണ്ട് ലാൽകൃഷ്ണ അദ്വാനിയും വാജ്പേയിയും അല്ല. പക്ഷെ നാം BJP-ക്ക് ഭരണം കിട്ടിയ ഇടങ്ങളിൽ പാലക്കാടായാലും പന്തളത്തിലായാലും ഈ വികസന പ്രവർത്തനങ്ങൾ കണ്ടിട്ടില്ല. സർക്കാർ ഇങ്ങനെ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ഒതുങ്ങി കൊടുക്കുകയാണ്. അത് വേറൊരു കാര്യമാണ്. കാര്യം കേരളത്തിലെ BJP-യുടെ ഒരു അതുകൊണ്ടാണല്ലോ കേരളത്തിലെ BJP-യെ പലരും KJP എന്നും CJP എന്നും ഒക്കെ പറയുന്നത്. അത് തിരുവനന്തപുരത്ത് എന്തായാലും അമ്മാതിരി കളിയൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. കാര്യം തിരുവനന്തപുരത്ത് വീണ്ടും ജനങ്ങളെ ഫേസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു വെളിപ്പാടകലെയാണ്. ഈ 3 മാസത്തിനകത്ത് എപ്പോഴും വേണമെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ഷൻ പ്രഖ്യാപിക്കുക എന്നുള്ളതേ ഉള്ളൂ. 3 മാസം വരെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി ഈ ഗവൺമെൻറ്റിന് ആയുസ്. ബജറ്റ് പോലെ ഇടക്കാല ബജറ്റ് കൊണ്ടുവരാനാണ് സാധ്യത. കാര്യം ഇപ്പോൾ SIR ഗവൺമെൻറ് ഈ ഇലക്ഷൻ കമ്മീഷൻ എത്രയും പെട്ടെന്ന് ഫെബ്രുവരിയിൽ തന്നെ അവർ SIR കൊണ്ടുവരണമെന്നും അതിൻ്റെ തർക്കങ്ങൾ 1 മാസത്തിനകത്ത് തീർക്കണം. അതായത് മാർച്ച് 31-ന് മുമ്പ് ഈ ഇലക്ഷൻ റിവിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ഈ ഇലക്ഷൻ നടക്കാനുള്ള സംസ്ഥാനങ്ങളിൽ തീർക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷന് വളരെ വാശിയോടെയാണ് നിൽക്കുന്നത്. സുപ്രീം കോടതി പറഞ്ഞ പല അവധികൾ പോലും അവർ കേട്ടിട്ടില്ല. അവർ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടി ചെയ്യുന്നു, ഞങ്ങൾ ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടി ചെയ്യുന്നു, ദയവ് ചെയ്ത് ഞങ്ങളെ ശല്യം ചെയ്യില്ലെന്നാണ്. കഴിഞ്ഞ നീണ്ട 23 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു റിവിഷൻ നടക്കുന്നത്. അപ്പോൾ അത് വേണ്ടാന്ന് പറയാനും അത് താമസിപ്പിക്കാനും തടസ്സപ്പെടുത്താനും അതിനെതിരായിട്ട് ആൾക്കാർ ഇളക്കി വിടാനും ഒക്കെ നമ്മൾ ശ്രമിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പുറകെ അവർക്ക് താല്പര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇലക്ഷൻ ഇത്രയും അടുത്തിരിക്കുന്ന സ്ഥിതിക്ക് 3 മാസം കഴിഞ്ഞ് എപ്പോഴും ഇലക്ഷൻ വരാമെന്നുള്ള സ്ഥിതിക്ക്, കാര്യം എല്ലാ സംസ്ഥാനങ്ങളിലെയും സ്ഥിതിഗതികൾ കൂടെ നോക്കണം. അപ്പം ഏപ്രിൽ മെയ്യിൽ എപ്പോഴും ഇലക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും വേണമെങ്കിലും അടുത്ത ഇലക്ഷൻ നിൽക്കുന്ന സ്ഥിതിക്ക് കോർപ്പറേഷനിൽ ഇത്തരം ലാക്സിറ്റീസ് അവർ കാണിക്കുകയാണെങ്കിൽ മാത്രമല്ല, കോർപ്പറേഷനിൽ നിന്ന് വർഷങ്ങളായിട്ട് ആര്യ രാജേന്ദ്രൻ ഇരുന്ന് മുഖ്യ ഫണ്ടുകളൊക്കെ എവിടെ പോയെന്ന് കണ്ടുപിടിക്കേണ്ടി വരും. ഈ നടക്കാത്ത പൊങ്കാലയ്ക്ക് 200 കോടി രൂപ ഒപ്പിട്ട് കൊടുത്തത് എങ്ങനെയെന്നും ഇത്തരം കാര്യങ്ങളെല്ലാം ഇവർക്ക് അധികാരം കിട്ടുന്ന സ്ഥിതിക്ക് ഇതെല്ലാം മാന്തി ഇവർക്ക് പുറത്തിടേണ്ടി വരും. ഇല്ലെങ്കിൽ ഇവർ തന്നെ ജനങ്ങളോട് ഇത്രയും കാലം പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് വിഴുങ്ങേണ്ടി വരും.
മാത്രമല്ല BJPക്ക് കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള 2 മണ്ഡലങ്ങൾ കഴിഞ്ഞ ഈ നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോഴത്തേക്ക് കേരളത്തിൽ അവർക്ക് ഏറ്റവും സാധ്യതയുള്ള 2 മണ്ഡലങ്ങളാണ് നേമവും വട്ടിയൂർക്കാവും. അതെല്ലാം ഈ കഴക്കൂട്ടത്ത് 1000 വോട്ടിന് വ്യത്യാസമേ ഉള്ളൂ. അതന്നെ പറഞ്ഞത്. ഈ കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കുക, ഇതൊരു ഹോട്ട് സീറ്റായിട്ടിരിക്കുക. നേമത്ത് പ്രത്യേകിച്ചും അടുത്ത് മത്സരിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറാണ്. അപ്പോൾ ഇവിടെയൊക്കെ ജനങ്ങളോടൊത്ത് BJPക്ക് ഉത്തരവാദിത്വം ഉണ്ട്. അവർക്ക് വളരെ അവർക്കൊരു അധികാരം മാത്രമല്ല കൊടുത്തേക്കുന്നത്, ജനങ്ങളോട് മറുപടി പറയാനുള്ള വലിയൊരു ഉത്തരവാദിത്വമാണ് കേരളത്തിൽ അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പം നമ്മുടെ നേരത്തെ പറഞ്ഞ പന്തളം മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയോ പോലെയുള്ള ഒരു കാര്യമല്ല. പ്രോട്ടോക്കോൾ പ്രകാരം തിരുവനന്തപുരത്തിൻ്റെ മുഖ്യമന്ത്രി സ്പീക്കറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പ്രോട്ടോക്കോളിൽ വരുന്നതാണ് തിരുവനന്തപുരം മേയർ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റേതായ അധികാരങ്ങളുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഫണ്ടുകൾ LSJDക്ക് ഒരുപാട് ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് വരുന്നുണ്ട്. ഇതിനെയൊക്കെ സ്വാധീനിക്കാനുള്ള കഴിവും വിവരവും കേരളത്തിലെ തിരുവനന്തപുരത്തെ BJP കൗൺസിലർമാർക്ക് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. അല്ല, അത് കേന്ദ്ര നേതൃത്വത്തിന് ആ ചിന്ത കാണുമല്ലോ. ഈ തിരുവനന്തപുരത്ത് നിന്നും കേരളത്തിലേക്ക് പാർട്ടി വളരുക എന്ന ചിന്ത കേന്ദ്ര നേതൃത്വത്തിന് ഉണ്ടല്ലോ. അതെ, പാർട്ടി വളരുന്നു എന്നുള്ളൊരു ചിന്തയുണ്ട്. നല്ല പ്രകടനമല്ല കാഴ്ചവെച്ചെങ്കിൽ പോലും ഇതൊരു അധികാരത്തിൻ്റെ തുടക്കമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാര്യം തിരുവനന്തപുരത്തെ പോലെ തന്നെ തൃശ്ശൂരും കോർപ്പറേഷൻ അവർ ഭരണം പിടിക്കേണ്ടതായിരുന്നു. BJPയുടെ തുടക്കം മുതലുള്ള ജനസംഘത്തിൻ്റെ തന്നെ തുടക്കം മുതലുള്ള പ്രവർത്തനം വെച്ച് നോക്കുമ്പോഴത്തേക്ക് എപ്പോഴും അവർക്ക് അർബൻ ഏരിയകളിലാണ് അവർക്ക് വളർച്ച ഉണ്ടായിട്ടുള്ളത്. മുനിസിപ്പൽ ഏരിയകളും സെമി അർബൻ ഏരിയകളിലൊക്കെയാണ് അവരുടെ വികസനം ഉണ്ടായിട്ടുള്ളത്. ഇവർക്ക് ഒരിക്കലും ഗ്രാമീണ മേഖലകളിൽ ചെന്നെത്തപ്പെടാൻ സാധിച്ചിട്ടില്ല. ഗ്രാമീണ മേഖലകൾ ഇപ്പോഴും കോൺഗ്രസിൻ്റെ ഒരു പിടുത്തത്തിലാണ് നിൽക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും BJP വളർന്ന സംസ്ഥാനങ്ങളിലും അധികാരം പിടിച്ച സ്ഥലങ്ങളിലും എല്ലാം ഇപ്പം തന്നെ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ലോക്കൽ ബോഡീസിലൊക്കെ ഇപ്പോൾ അവർക്ക് അധികാരത്തിൽ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കേരളത്തിൽ അവർ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത് 100ഓളം മുനിസിപ്പാലിറ്റികളും 6 കോർപ്പറേഷനും ഉണ്ട്. അവിടെയാണ് അവർ കൂടുതലും വളർച്ച BJP പ്രതീക്ഷിക്കുന്നത്. അടുത്ത ഇലക്ഷനിൽ പണ്ട് സുരേന്ദ്രൻ പറഞ്ഞ മാതിരി 35 സീറ്റും കിട്ടി കേരളം ഭരിക്കാമെന്നുള്ള സ്വപ്നങ്ങളൊന്നും അവർക്കില്ല. ഗ്രാജുവലായിട്ട് കേരളത്തിൻ്റെ ഭരണം കൈക്കലാക്കുക എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ള വഴികൾ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളാളും എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. മാത്രമല്ല കിട്ടിയ പഞ്ചായത്തുകളും എല്ലാം ഏകദേശം ഒരു അർബൻ പഞ്ചായത്തുകളാണ്. അതായത് നഗരത്തോട് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്തുകളാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. എപ്പോഴും മധ്യവർഗത്തിൻ്റെയും അർബൻ പോപ്പുലേഷൻ്റെയും ഒരു റെപ്രസെൻറ്റേഷനാണ് BJPക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ അവർക്ക് വളരെ കാലമായിട്ടുണ്ടായിരുന്ന ഒരു ഗോളാണ്. മാത്രമല്ല കോർപ്പറേഷനെ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ നിന്നും കഴിഞ്ഞ 40 വർഷത്തിനിടയ്ക്ക് മാറ്റാൻ നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ മാതിരി 40 വർഷത്തോളം നീണ്ട ഭരണമാണ് ഇപ്പോൾ മാറുന്നത്. ഈ 40 വർഷം ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ കാണിക്കാത്ത അടവുകളെല്ലാം ഉണ്ട്. അടവുകളൊന്നുമില്ല. 18, 19, 20, 21ാമത്തെ അടവ് വരെ അവരെടുത്തിട്ടുണ്ട്. 2 കൗൺസിലർമാരെ തട്ടിക്കൊണ്ടു പോവുക വരെ ഒരിക്കൽ അവർ ചെയ്തായിരുന്നു. അപ്പോൾ ഇതൊന്നും കേരളത്തിൽ പുതിയ കാര്യങ്ങളൊന്നുമല്ല. തിരുവനന്തപുരത്തിൻ്റെ ഭരണം എന്തുമാത്രം നിർണായകമാണെന്നുള്ളതാണ് അത് കാണിക്കുന്നത്. ഒരിക്കൽ BJPയുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ പൽചക്രം മാതിരിയാണ്, അത് തിരിച്ച് കറങ്ങാറില്ല. സാധാരണ അതെന്നും BJPയുടെ കയ്യിലാണ് ഇരിക്കുന്നത് പതിവ്. നമ്മുടെ UP ഭരണമൊക്കെ കണ്ടായിരുന്നല്ലോ. ഒരു തവണത്തേക്കാണ് ജയിച്ചത്. മായാവതി ഒറ്റയ്ക്ക് ജയിച്ച് അധികാരത്തിൽ വന്ന ഒരു സംസ്ഥാനമാണെന്ന് ഓർക്കണം. പാലക്കാട് ഉദാഹരണമാണ്. പാലക്കാട് BJPയുടെ ആദ്യകാലം തൊട്ടേ ഉണ്ടായിരുന്നതാണ്. അവിടെ പിന്നെ പടലപ്പിണക്കങ്ങളും ചില വ്യക്തികളുടെ താല്പര്യങ്ങളൊക്കെയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ. അതുമല്ല അവിടുത്തെ സ്ഥാനാർത്ഥി തന്നെ അവിടെ വളരെ കോംപ്ലക്സ് സിറ്റുവേഷനാണ് പാലക്കാട്. പന്തളത്തും അതുപോലെ ചില കാര്യങ്ങളുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് എന്തായാലും എല്ലാവരും ചേർന്ന് ഒറ്റ മനസ്സോടെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും തിരുവനന്തപുരത്തും വളരെ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ BJPക്ക് ഉണ്ടായിരുന്നു. കോപ്പറേറ്റീവ് സൊസൈറ്റി അഴിമതിയും മരണവും ആത്മഹത്യയൊക്കെ അങ്ങനെ കുറേ വിഷയങ്ങൾ അവിടെ ഉണ്ടായിട്ടു. എങ്കിൽ പോലും ഈ 50 സീറ്റുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞത് BJPക്ക് ഒരു വലിയ കാര്യമായിട്ടാണ് BJP ദേശീയ നേതൃത്വത്തിൽ കാണുന്നത്. ദേശീയ നേതൃത്വം വളരെ സീരിയസ് ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. മാത്രമല്ല സംസ്ഥാന പ്രസിഡന്റിന് പോലെ തന്നെ തിരുവനന്തപുരം മേയർക്കും കേന്ദ്ര നേതാക്കളുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താനും കൂടുതൽ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ഒരു സെക്കൻഡ് പവറാണ് BJPയിലേക്ക് വന്നത്.